ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുറമേ ക്രിസ്പിയും ഉള്ളിൽ വളരെ ക്രീമിയും ആയിട്ടുള്ളൊരു ചീസ് പൊട്ടാറ്റോ ക്രോക്കറ്റ്സുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഇതുപോലെ ബോയിൽ ചെയ്ത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് ഒനിയനാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒനിയനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. അതും കൂടി ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച നമ്മുടെ ചിക്കൻ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് വേണം വെളുത്തുള്ളിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഈ വെജിറ്റബിൾസും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് അരിഞ്ഞു വെച്ച മല്ലിയില കൂടിയാണ്. അതും ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടിയാണ്. അതും ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 മുട്ടയാണ്. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മൊസറല്ല ചീസാണ്. അത് ഇതുപോലെ ഞാൻ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചീസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഞാനിതുപോലെ കുറച്ചെടുത്ത് ബോൾ ഷേപ്പാക്കി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ ഇത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കി എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ള മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഈ പൊട്ടാറ്റോ ക്രോക്കറ്റ് നന്നായിട്ട് ഡിപ്പ് ചെയ്യുന്ന വിധം നമ്മൾ മുട്ടയിൽ മുക്കണം. ഇനി നമ്മൾ ഇത് കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ബ്രെഡാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് എല്ലാം തന്നെ ഈ ഒരു രീതിയിലാക്കി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള രീതിയിൽ മാറ്റി വെക്കണം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് ഓരോന്നോരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്മൾ ചെയ്ത് വെച്ച എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് നമുക്ക് കുക്കായി കിട്ടണം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ബ്രെഡ് ക്രംസ് ഉള്ള കാരണം. അപ്പോൾ നമ്മുടെ ചീസ് പൊട്ടാറ്റോ ക്രോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ക്രീമി ആയിട്ടുള്ള ചീസ് പൊട്ടാറ്റോ ക്രോക്കറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.